കുട്ടികൾ കുറവായിരിക്കും. അതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. എല്ലാരോടും ഞാൻ പറയട്ടെ, ഇപ്പൊ മദ്രസ തുറക്കാൻ പോവുകയാണ്. 7 കുട്ടികളെ ചോദിച്ചു നോക്കി ഉസ്താമാരോട് 45 55 ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് 10 15 5 2 3 പെറുക്കാനേ ഉള്ളൂ. നമ്മളെ കുട്ടികൾക്ക് അത്യാവശ്യം ഒരു ബോധെത്തുന്ന സമയത്ത് നമ്മൾ അത് നിർത്തി, അത് കരിച്ചു, ഇനി മതി, മരവിപ്പിച്ചു. പിന്നെ ഈ കുട്ടികൾ എവിടുന്ന് പഠിക്കും? ബാക്കിയൊക്കെ ആൺകുട്ടികൾ കച്ചവടം, ബാക്കിയുള്ള മേഖലകളൊക്കെ പഠിക്കണം. അതിന് 9 10 ഒക്കെ പഠിക്കണം. ഇനി അങ്ങനെ പറഞ്ഞയക്കുന്നവർ തന്നെ പറഞ്ഞയച്ച അങ്ങനെ പറഞ്ഞയക്കും. 5-ന് വരും, 25-ന് പോകും. 20 മിനിറ്റ് ഒന്ന് ഒപ്പിടാൻ വേണ്ടി വരികയാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഞാൻ തുറന്നു പറയാം, നിങ്ങൾക്ക് ഇഷ്ടായാലും വേണ്ടി ഇഷ്ടായാലും വേണ്ടില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ പൊതുവെ നിലപാട് അങ്ങനെയാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പഠിപ്പിക്കേണ്ട ഘട്ടത്തിൽ ആ 1 മണിക്കൂറെങ്കിലും ഒന്ന് പറഞ്ഞയപ്പിച്ച് മട്ടത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദ്വാരക്കാൻ എഴുത്തുന്നിട്ടൊന്നും കാര്യമുണ്ടല്ലോ, കുട്ടിന്റെ വൈക്ക് പോകും. അതിലൊന്നും ഒരു കാര്യം ഉണ്ടാവൂല. നല്ലോണം പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം. വലിയ വലിയ ഖലീഫമാരൊക്കെ മക്കൾക്ക് ദീന് പഠിപ്പിച്ച് കിട്ടില്ലേ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെ മക്കൾക്ക് ഭരണാണ് കയ്യിലുള്ളത്, എല്ലാം ഉണ്ട്. പക്ഷെ മക്കളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച മുഅല്ലിമിനോട് മഹാനവറുകൾ കൊടുത്ത നിർദ്ദേശം എന്താ അറിയോ? ഖലീഫന്റെ മക്കളാണെന്ന് കരുതിച്ച് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകരുത്, കർശനായി പഠിപ്പിക്കണം. അങ്ങനെ നിർദ്ദേശം കൊടുത്ത്, ഖലീഫന്റെ കുട്ടികളല്ലേ, അങ്ങനൊക്കെ മതി, അങ്ങനെ ഉണ്ടാകരുത്. നിങ്ങളൊരു മുഅല്ലിം എന്ന നിലയ്ക്ക് എങ്ങനെ പഠിപ്പിക്കണോ അങ്ങനെ പഠിപ്പിക്കണം. അതിൽ വിട്ടുവീഴ്ചയൊന്നും ചെയ്യരുത്. എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികളെ വിളിച്ച് ഖുർആൻ ഓതിപ്പിച്ചിട്ട് ശരിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഖലീഫയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമുക്ക് മാതൃകയാണത്. നേരല്ല ആർക്കൂലേ, സമയമല്ല. കുട്ടികളെ നോക്കാനും പരിപാലിക്കാനും ഓദിക്കാനും ഓത്ത് ശരിയാകും ഉസ്താമാരോട് ചോദിക്കാനും ഒന്നിനും നേരല്ല. അതങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടി അങ്ങനെ വലുതായിക്കോളാണ് പോയിക്കോളും. ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ, 7 മുതൽ അങ്ങോട്ടുള്ളതാണ് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ. പല ആളുകൾക്കും 6 വരെ എന്താ സംഗതി തന്നെ തിരിയാത്തതാണ്. കുറെ അവര് പിന്നെ കുറെ ഞങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഖുർആനൊക്കെ പഠിക്കും, തജ്വീദൊക്കെ പഠിക്കും, കുറെ അഖ്ലാഖ് സ്വഭാവമൊക്കെ പഠിക്കുമെങ്കിലും നല്ലൊരു ബോധത്തേറ്റ് തിരിയുന്ന ആ ഘട്ടം എത്തുമ്പോഴേക്ക് നമ്മൾ അവിടെ കട്ട് ചെയ്ത് കളയരുത്. തീർത്തും ഉള്ള സമയം 1 മണിക്കൂർ, അതല്ലേ ബാക്കിയുള്ള ക്ലാസ്സുകൾക്കുള്ളൂ. അതന്നെ ഉണ്ടോന്ന് സംശയമാണ്. ഉസ്താദുമാർക്ക് വലിയ പ്രയാസാണ് ക്ലാസ് എടുക്കാൻ. പിന്നെ ഒരു സുഖമുണ്ട്. എന്താ സുഖം എന്ന് വെച്ചാൽ ഇപ്പൊ എന്തിനും അനങ്ങിയാല് രക്ഷിതാക്കൾ പരാതി ആയതുകൊണ്ട് ഇഷ്ടമുള്ള സമയത്ത് വന്നോട്ടെ, ഇഷ്ടമുള്ള സമയത്ത് പോയിക്കോട്ടെ. വന്നെങ്കിൽ ഒരു മാർക്കുണ്ട്, ഹാജർ അവിടെ ഇട്ടേക്കാം. വന്നിട്ടില്ലെങ്കിൽ അതിടണ്ട, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കാര്യമില്ല കേട്ടോ. വരിശെങ്കിൽ ഇങ്ങനെ 100 150 200 കൊടുത്തോന്നും കാര്യമില്ല. മട്ടത്തിന് കുട്ടികളെ പഠിപ്പിക്കണം, ശരിക്ക് പറഞ്ഞയച്ച് പഠിപ്പിക്കണം. അല്ലെങ്കിൽ കുട്ടികളെ അവസ്ഥയിൽ പറന്നു പോകും. കുട്ടികൾ കുറവായിരിക്കും. അതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം.